ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് അമ്മായിമ്മ കണ്ടത്തുനിന്ന് കൊടുന്ന ചപ്പാണ് കേട്ടോ. ചീരച്ചപ്പ് ക്ലീൻ ആക്കുന്ന പരിപാടിയിലാണ്. അപ്പം അത് അവിടെ അമ്മായിമ്മ ക്ലീൻ ആക്കിക്കോട്ടെ. ഞാൻ നോമ്പ് തുറക്കാനുള്ള പണിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നോമ്പ് കഴിയുന്തോറും മടിയും കൂടിയിട്ടുണ്ട് കേട്ടോ. നോമ്പ് കഴിയുമ്പോൾ വെറൈറ്റി ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ല. ഇപ്പോൾ ഒന്ന് തട്ടി മുട്ടിയിട്ട് ഒരു 4-4:30 കയറും അടുക്കളയിൽ. തട്ടി മുട്ടിയിട്ട് എന്നേക്കും കുറച്ച് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് നോമ്പ് തുറക്കല പരിപാടി കേട്ടോ. പിന്നെ എൻ്റെ മോൾക്ക് ഇപ്പോൾ ഒരു ഹോബി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളിലൊരു സിങ്ക് വെച്ചിട്ട് വെള്ളത്തിൻ്റെ സൗകര്യമായപ്പോൾ 24 മണിക്കൂർ അതിൻ്റെ അടിയിൽ കൈ കഗ്ഗലും കാലഗ്ഗലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് തുണി കഗ്ഗിയിട്ടുണ്ടായി. അപ്പം കഗ്ഗിയ തുണികൾ മടക്കി വെക്കണം. മടക്കാതെ അന്നത്തെ ദിവസം വിട്ട് പറഞ്ഞാൽ പിന്നെ 2 ദിവസത്തോളം അതിൻ്റെ അടുത്ത് പോകില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്റ്റൂളിലും ഈ സ്റ്റൂളിലും വെച്ചിട്ട് അങ്ങനെ നടക്കും ഞാൻ. അപ്പോൾ എന്താക്കി പെട്ടെന്ന് ഞാൻ വേഗം മടക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മോള് എനിക്ക് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഞാൻ എന്ത് ജോലി എടുത്താലും എൻ്റെ മോൾ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അത് തമ്മ, അത് ക്ലീനാക്കുക, ഇത് തമ്മ, ഇത് ഞാൻ മുറിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പണിക്ക് ഇങ്ങനെ ഇടങ്കോലിട്ടിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലെമൺ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ലെമൻ്റെത്. അപ്പോൾ ലെമൻ്റെത് ഞങ്ങൾക്കിഷ്ടമല്ല. എൻ്റെ ഹസ്ബൻഡിന് മാത്രം ഞാനൊന്ന് കലക്കിയിട്ട് വെക്കും. ഞാൻ മാംഗോ പൈനാപ്പിളോ അതിൻ്റെ സ്ക്വാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കലക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കും. അപ്പോൾ ഞാൻ പഞ്ചസാര സ്ക്വാഷെല്ലാം ഇട്ടിട്ട് ഞാൻ ഒരു സ്പൂണിട്ട് കൊടുത്ത് പറഞ്ഞാൽ എൻ്റെ മോൾ അതിൻ്റെ ബാക്കി ഇളക്കിയിട്ടുള്ള അതിൻ്റെ ടേസ്റ്റെല്ലാം നോക്കിയിട്ട് മധുരമെല്ലാം നോക്കിയിട്ട് പറയും. അപ്പം നോമ്പ് ഓള് പിടിച്ചിട്ടില്ല. നോമ്പ് തുടങ്ങിയോടത്തുനിന്ന് ഓൾക്ക് സുഖമില്ലാഞ്ഞിട്ടും മേത്ത് ചിക്കൻ പോക്സ് ആയതിൻ്റെ ഇതെല്ലാം ആയിട്ട് നോമ്പ് പിടിച്ചിട്ടില്ല. ഒരേ ഒരു നോമ്പ് എന്തോ പിടിച്ചിരിക്കണം ഓള്, അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഞാൻ പിടിപ്പിച്ചിട്ടില്ല. ഓൾക്ക് ഒന്നാമത്തത് അപ്പം പനിയും അതുമായിട്ട് കാര്യങ്ങളായിട്ട് ഓൾക്ക് നോമ്പ് പിടിപ്പിച്ചിട്ടില്ല ഞാൻ. ഇന്ന് എണ്ണക്കടിയായിട്ട് ഞാൻ ഉള്ളിവട ആട്ടോ ഉണ്ടാക്കുന്നത്. വേറെ സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ 2-3 നോമ്പൊക്കെ ഞാനിങ്ങനെ തട്ടിമുട്ടിയിട്ടാണ് കൊണ്ടുപോകണത്. അപ്പോൾ ഇന്ന് ഉള്ളിവട ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എന്താ, മക്കൾക്ക് പള്ളിയിൽ നിന്ന് നോമ്പ് തുറപ്പിക്കലുണ്ട് കേട്ടോ. ഒരു 10 നോമ്പെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ നോമ്പ് തുറപ്പിക്കലുണ്ടാവും കേട്ടോ. പുറമക്കാരതൊന്നുമല്ല, ഫാമിലിക്കാരൻ്റെ തന്നെയാണ്. അപ്പോൾ അവിടെ നോമ്പ് തുറക്കുന്ന എല്ലാ പരിപാടികളും ആണുങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഞാനും അമ്മായിമ്മ മോളും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നോമ്പ് തുറക്കാൻ പെരയിൽ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പ്രത്യേകിച്ച് വീട്ടിലൊന്നും നോമ്പ് തുറക്കാറില്ല. എപ്പോഴും പള്ളിയിൽ തന്നെ നോമ്പ് തുറന്നിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരാറ്. അപ്പോൾ അമ്മായിമ്മൻ്റെ ചപ്പ് ക്ലീനിങ് എല്ലാം അയക്കണം കേട്ടോ. ചീരച്ചപ്പ് ക്ലീനിങ് എല്ലാം അയക്കണം. ഞങ്ങൾക്ക് ഈ പെൽച്ചക്കൊക്കെ ഇത് കഞ്ഞീൻ്റെ വെള്ളത്തിൽ താളിക്കാനും പിന്നെ അതിൻ്റെ ഒരു ഇച്ചിരി ഉപ്പേരിയാക്കിയിട്ട് തിന്നാനെല്ലാം നല്ല അയക്കാറും. ആ ടൈമിൽ പിന്നെ വേറെ കനത്തിൻ്റെ കറികളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ താളിച്ചതും പിന്നെ കുറച്ച് പൊരിച്ചതും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പെൽച്ച ഉഷാറാവും. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ടേബിളിൽ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ പപ്പായ ഞങ്ങളുടെ വീട്ടിലുണ്ടായ പപ്പായാണ് കേട്ടോ. ഒരു ചെറിയ ചെടിയായിരുന്നു, അത് വളർന്ന് വലുതായി ഒരുപാട് പപ്പായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ടത്. അപ്പോൾ ഞങ്ങൾക്കത് പഴുത്തപ്പോൾ ഇത് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൂ, തിന്നൂല. അത് 2 ദിവസം ആ പ്ലേറ്റിലും ഈ പ്ലേറ്റിലും വെച്ചിട്ട് കൊണ്ടുപോയിട്ട് കൊട്ടിക്കളയും ഞങ്ങൾ. അപ്പം ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഞാൻ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് കഞ്ഞി, പള്ളിയിലത്തെ കഞ്ഞി ഞങ്ങൾക്ക് വേണം. കഞ്ഞിയും പിന്നെ കസ്റ്റേർഡ്, അത് 2 ഞങ്ങൾക്ക് ഇല്ലാത്ത പരിപാടിയിലില്ല. അത് 2 ഉണ്ടെങ്കിൽ ഒരു നോമ്പ് തുറക്കൽ ഞങ്ങൾക്ക് ഒരു സമാധാനത്തിൽ നോമ്പ് തുറക്കാനാവുള്ളൂ. പിന്നെ ഞാനൊരു ഫുഡിങ് ആക്കിയിട്ടുണ്ടായി, അത് അത്രയൊന്നും സെറ്റായിട്ട് വന്നിട്ടില്ല. അതിനും കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കുകയാണ്. പിന്നെ എന്താ പറയൽ, നോമ്പ് തുറന്നിട്ട് പിന്നെയാണ് ഞാൻ നാസ്ത പരിപാടികൾക്കെല്ലാം നിൽക്കാറ്. അപ്പോൾ എന്താ പെട്ടെന്ന് നോമ്പ് തുറന്നിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നാസ്ത പരിപാടിക്ക് നിൽക്കാറ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണി വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ ആ നേരത്തെ നാഷ്ടത്തിനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ പെൽച്ചക്കുള്ള മാവ് കൊഴിച്ച് വെച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ പെൽച്ചക്ക് കഴിച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കൽ ചൂടായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. പുതിയ ആൾക്കാർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും.